അതെ, അസ്സലാമു അലൈക്കും. ആരീസ് ഫിംഗർ ടിപ്സിൽ നിന്ന് ആര്യാണ്. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള നല്ല ബീഫ് മൺചട്ടിയിൽ വരട്ടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ പൊടിയായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് വലുതാക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതിന് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി വാരി ഊറ്റി നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം. ഈ ബീഫ് ഉണ്ടല്ലോ, അത് വെക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആരെയും നമുക്ക് നല്ല ടേസ്റ്റിൽ കൊതിപ്പിക്കുന്ന രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള ബീഫ് റോസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ദേ നമ്മൾ ആ ഒരു ബീഫ് കഴുകി വെള്ളം ഒന്ന് മാറ്റി ഊർന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 4 സവാള, കുറച്ച് പച്ചമുളക്, 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുക്കാം. ഇനി നമുക്ക് ഇവനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞെട്ടും പൊട്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്കൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ഇങ്ങനെ കറി വെക്കുന്ന സമയത്ത് നല്ല വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചോളൂ. അപ്പം ഞാൻ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു. അതിനകത്തേക്ക് ഒരു 5-6 മണി നമ്മുടെ ഉലുവച്ചേട്ടനെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന 4 സവാള ഉണ്ടായിരുന്നില്ലേ, അതും നമ്മുടെ ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി യാതൊരു ദാക്ഷിണ്യവും കൂടാതെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ നമ്മുടെ ഗരം മസാലപ്പൊടി കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുതിർത്തി വെച്ച് നമുക്ക് നീക്കി വെക്കാം. ഇനി ഇതേ രൂപത്തിലേക്ക് നമ്മുടെ ആ ഒരു സവാള മസാല വാടി വന്നതിന് ശേഷം നമ്മുടെ തക്കാളി 2 എണ്ണം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്നസെൻ്റ് പറഞ്ഞതുപോലെ നല്ലതുപോലെ മസിൽ പിടിച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ. എന്നാലേ നമ്മുടെ ഉള്ളിക്കും സവാളക്കും ഒക്കെ കുഴഞ്ഞു വരുന്ന രീതിയിൽ വരുമ്പോൾ കറിക്കൊരു അടാറ് ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു പരുവത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള നമ്മുടെ മസാല കൂട്ടുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതായത് മസാലക്കൂട്ടിന് ഉദ്ദേശം നമ്മുടെ പൊടികളാണ്. ചേർത്ത് കൊടുത്തിട്ട് എണ്ണ തെളിയുന്നത് വരെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഒട്ടും അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മസാലക്കൂട്ടിൻ്റെ ചുറ്റിന് ഭാഗവും നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നത്. ഇനി ഒട്ടും താമസിക്കരുത്, കുറച്ച് നമ്മുടെ വേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മതി, അധികം മിക്സിങ് ആയാലും ശരിയാവില്ല. നമ്മുടെ ഇറച്ചി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് തലങ്ങും വിലങ്ങും ഒന്ന് അടിമേല് മറിച്ച് ഇറച്ചിയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മസാലക്കൂട്ട് എത്തുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇന്നസെൻ്റ് പറഞ്ഞ കഥ, അത് മറക്കണ്ട. നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരുപാട് വെള്ളമൊന്നും ഈ കറിയിലേക്ക് ഒഴിച്ച് ആരും കുളമാക്കി എടുക്കരുത്. നമുക്ക് മൺചട്ടിയിൽ വരട്ടിയെടുത്ത കറിയല്ലേ വേണ്ടത്, അതിൻ്റെ ടേസ്റ്റല്ലേ നമുക്ക് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം ആദ്യം ഒഴിക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ കണ്ടില്ലേ തിള വരുന്നത്. ഈ സമയത്ത് നമ്മുടെ മറ്റേ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രമില്ലേ, ആ ഒരു ചില്ല് പാത്രം, ആ പാത്രത്തിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കഴുകിയ വെള്ളം മാത്രം നമുക്ക് ഇനി നമ്മുടെ മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഇതുപോലെ തന്നെ നല്ലതുപോലെ ഇളക്കി ഒന്ന് മറിക്കണേ, അത് ആരും മറക്കരുത്. കണ്ടില്ലേ, ഇനി നമുക്ക് ആ ഒരു പാത്രം കഴുകിയ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എന്താ വേണ്ടത്, നമ്മുടെ വെള്ളം താഴെ ഭാഗത്തേക്ക് എത്തുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് നേരം നല്ലതുപോലെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കുക. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഇറച്ചി വരും. നല്ല നെയ്യ് തെളിഞ്ഞ് ഇപ്പം തന്നെ എന്ത് രസമാണല്ലേ കാണാൻ. അടിപൊളിയായിട്ടുള്ളൊരു രീതിയിൽ തന്നെ നമ്മുടെ കറി ആയിട്ടുണ്ട്. ഇവിടം കൊണ്ടും തീർന്നില്ല. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 10-15 പോട്ടെ ഒരു 20 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഇറച്ചിക്കറിയുടെ രൂപം കാണണ്ടേ? കണ്ടില്ലേ, ഇപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വായിന്ന് വെള്ളം ഊർന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനി നമുക്ക് എല്ലാവരും പറയണത് പോലെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഇടിവെട്ട് അട്ടാറ് ആരെയും കൊതിപ്പിക്കുന്ന നമ്മുടെ സൂപ്പറായിട്ടുള്ള മൺചട്ടിയിൽ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും താമസിക്കരുത്. ഈ പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും താമസിക്കാൻ നിൽക്കരുത്. ഇഷ്ടപ്പെട്ട വിഭവത്തിൻ്റെ കൂടെ തട്ടിയേക്കണം. അതെ, ഞാൻ തട്ടാൻ തുടങ്ങുവാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിതിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള തേങ്ങാച്ചോറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്ച്ചോറോ
അല്ലെങ്കിൽ ചപ്പാത്തിയോ പൊറോട്ടയോ പുട്ടോ എന്ത് വേണമെങ്കിലും കഴിക്കാം. നല്ല തട്ടുദോശയും നല്ല കോമ്പിനേഷനാണ്, അതും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് പപ്പടവും നല്ല നാരങ്ങ അച്ചാറും കൂടെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ആഹാ എന്താ ഒരു ഞാൻ ഇനി ബാക്കിയൊന്നും പറയണില്ല. ചൂട് മാറരുത്, അതിനു മുമ്പ് തന്നെ നന്നായിട്ടൊന്ന് വെട്ടി വിഴുങ്ങിക്കോളൂ കേട്ടോ. എനിക്കറിയാം ഇത് കേൾക്കുന്നതും കാണുന്നതുമായ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം ഉണ്ടെന്ന്. അപ്പം എങ്ങനെയാ, നാളെ തന്നെ ബീഫ് മേടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ? ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. താങ്ക് യു.